ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണയെ അപായപ്പെടുത്തുവാനായി ആ ദുരുദ്ദേശത്തോടെ കൃഷ്ണയ്ക്കരികിലേക്ക് എത്തിയ ഗാഥ നിന്നെ ഞാൻ ഈ നിമിഷം ഇല്ലാതാക്കുമടി എന്ന് പറഞ്ഞ് കൃഷ്ണയെ തല്ലുവാനായി കൈ ഉയർത്തിയ ആ നിമിഷത്തിൽ കൃഷ്ണ ഗാഥയുടെ അടി കൊള്ളാതിരിക്കാനായി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ആ നിമിഷം ഗാഥയ്ക്ക് പെട്ടെന്ന് ബാലൻസ് തെറ്റുകയും ഗാഥ നേരെ ആ കൊക്കയിലേക്ക്, ആ മലയിടുക്കിലേക്ക് വീണു. ഗാഥ നിലത്തേക്ക് വീണ കാഴ്ച കണ്ട് അവിടെ നിന്ന് ഉറക്കെ നിലവിളിക്കുകയാണ് കൃഷ്ണ. മോളിക്കുട്ടി ഒന്ന് ഓടി വന്നേ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് കേട്ട് അരികിലേക്ക് ഓടി വന്ന മോളിക്കുട്ടി എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. തന്നെ കൊല്ലുവാനായിട്ട് ഗാഥ വന്നിരുന്നുവെന്നും ഗാഥ ദാ ഈ കൊക്കയിലേക്ക് വീണുവെന്നും എത്രയും വേഗം ഗാഥയെ രക്ഷിക്കണമെന്നും കൃഷ്ണ ആവശ്യപ്പെടുമ്പോൾ ഇത് കേട്ട മോളിക്കുട്ടി പറഞ്ഞു, അവൾ അവിടെ വീണെങ്കിൽ അവിടെ കിടക്കട്ടെ, അല്ലാതെ പിന്നെ അവളുടെ സ്വഭാവത്തിന് അങ്ങനെ തന്നെ അവൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. ഇത് കേട്ട കൃഷ്ണ പറഞ്ഞു, മോളിക്കുട്ടി അങ്ങനെ പറയലേ, അവൾ എൻ്റെ സഹോദരിയാണ്, എനിക്ക് അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കൃഷ്ണ ബഹളം വയ്ക്കുമ്പോഴേക്കും ഉടനെ മോളിക്കുട്ടി പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അവളെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് ആശങ്കയോടെ പറയുമ്പോൾ അവിടെ താഴേക്ക് നോക്കിയ കൃഷ്ണ അവിടുത്തെ ആ മലയിടുക്കിലായി ഗാഥ വന്ന് കിടക്കുന്ന കാഴ്ച കണ്ടു. ഉടനെ കൃഷ്ണ പറഞ്ഞു, ആണ്ടെ മോൾക്കുട്ടി താഴെ അങ്ങ് പോയിട്ടില്ല ഗാഥ, ഗാഥയെ അവിടെ നിന്ന് നമുക്ക് രക്ഷിക്കാം, എങ്ങനെയെങ്കിലും ഗാഥയെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് കൃഷ്ണ ബഹളം വെച്ചതും മോളിക്കുട്ടി പറഞ്ഞു, അതെ അവളെ രക്ഷിക്കണമെങ്കിൽ ഒന്നെങ്കിൽ താഴെ പോയി ആളുകളെ വിളിച്ചുകൊണ്ട് വരണം, അതല്ല എങ്കിൽ നമ്മൾ താഴോട്ടിറങ്ങണം. അത് കേട്ടതും കൃഷ്ണ പറഞ്ഞു, ഞാൻ ഇറങ്ങിക്കോളാം, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് കൃഷ്ണ വേഗം ഗാഥ കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ വന്നതും കൃഷ്ണ പതിയെ ഗാഥയുടെ കയ്യിലേക്ക് തൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഗാഥ, ഗാഥ കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഗാഥ അപ്പോഴേക്കും അബോധാവസ്ഥയിലായതുകൊണ്ട് കുറേ തവണ വിളിച്ചിട്ടും ഗാഥയുടെ ഭാഗത്തു നിന്ന് യാതൊരു മറുപടിയും ഉണ്ടാവുന്നില്ല. കൃഷ്ണ ഗാഥയുടെ കൈകൾ മുറുക്കെ പിടിച്ചിട്ട് മോളിക്കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, മോളിക്കുട്ടി ഒന്ന് വേഗം വന്നേ, ഒന്നൊന്ന് സഹായിച്ചേ എന്ന് പറഞ്ഞു. മോളിക്കുട്ടിയും പതിയെ താഴേക്ക് ഇറങ്ങി വന്ന് കൃഷ്ണയെയും മോളിക്കുട്ടിയെയും ചേർന്ന് ഗാഥയെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറ്റുന്നു. ഈ സമയത്ത് ഗാഥയെക്കുറിച്ച് ഒരു വിവരവും അറിയാത്ത ടെൻഷനിലായിരുന്നു സിതാര. കുറേ തവണയായി സിതാര ഗാഥയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും കോള് കണക്റ്റ് ആവുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് കേട്ട് ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് സിതാര. ഉടനെ അരികിലേക്ക് എത്തിയ സിനി സിതാരയോട് പറഞ്ഞു, മേഡം ഇനി ഒരു പക്ഷേ കൃഷ്ണയ്ക്കരികിലേക്ക് പോയിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചതും, അറിയില്ല സിനി, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. കൃഷ്ണയ്ക്കരികിലേക്ക് പോകുന്നതല്ല, ആ ശ്രീനിവാസിന്റെ മുന്നിൽ ചെന്ന് പെടുന്നതാണ് ഏറ്റവും വലിയ അപകടം. എൻ്റെ മോള് ഒരു കാരണവശാലും ആ മനുഷ്യന്റെ മുന്നിൽ ചെന്ന് പെടാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് ദേഷ്യത്തോടെയും ആകെ വിഷമത്തോടെയും സിതാര നിന്നു. ഈ സമയത്ത് ഒരു വിധത്തിൽ കരയ്ക്ക് കയറ്റി കിടത്തിയ ഗാഥയെ അവരുടെ കയ്യിലെ ബോട്ടിലിൽ നിന്ന് വെള്ളം തെളിച്ച് ഗാഥയെ വിളിച്ചുണർത്തുന്നു കൃഷ്ണ. പെട്ടെന്ന് ബോധം തെളിഞ്ഞതോടെ തൻ്റെ അരികിലിരിക്കുന്ന കൃഷ്ണയെ കണ്ട് പകയോടെ ചാടി എഴുന്നേൽക്കുകയാണ് ഗാഥ. എന്തിനാണ് നീ എന്നെ രക്ഷിച്ചത് എന്ന് ദേഷ്യത്തോടെ കൃഷ്ണയോട് ചോദിക്കുമ്പോൾ ഇത് കേട്ട് വന്ന മോളിക്കുട്ടി പറഞ്ഞു, അതെ അല്പമെങ്കിലും മര്യാദയും സ്നേഹവും നന്ദിയും വേണം. എത്രയൊക്കെ തവണകളിൽ നിന്നെ രക്ഷിച്ചിട്ടുണ്ട് കൃഷ്ണ, ഇപ്പോഴും നിന്നെ രക്ഷിച്ചത് കൃഷ്ണയല്ലേ, എന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ നീ വീണ്ടും കൃഷ്ണയോട് കൊല്ലാനായിട്ട് വന്നവളല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഉടനെ ഗാഥ പറഞ്ഞു, അവളെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചെങ്കിൽ അതെന്ത് കാരണത്താലാണെന്ന് നീ നിന്റെ കൂട്ടുകാരോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞു. ഉടനെ കൃഷ്ണ പറഞ്ഞു, ഗാഥ നിന്റെ വെറും തെറ്റിദ്ധാരണയാണിതെല്ലാം എന്ന് പറഞ്ഞപ്പോഴേക്കും, ആണോടി നീ എൻ്റെ നവീനോടൊപ്പം നവീൻ്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചില്ലേടി എന്ന് ചോദിച്ചപ്പോഴേക്കും അത് കേട്ട കൃഷ്ണ പറഞ്ഞു, ഗാഥ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അന്ന് ഞാൻ വ്രതത്തിലായിരുന്നു, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും, വേണ്ടടി നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, നിന്നെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഞാൻ എന്ന് പറഞ്ഞ് ഗാഥ കലിയോടെ ചാടി എഴുന്നേൽക്കുമ്പോൾ മോളിക്കുട്ടി പറഞ്ഞു, കണ്ടില്ലേ കൃഷ്ണേ, ഇവളെപ്പോലെ ഉള്ളവരെയൊക്കെ ഇവിടെ വെറുതെ വിടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നിനക്കറിയാവോ, ഈ അഹങ്കാരം പറയാനായിട്ട് നീ ഇവിടെ ജീവനോടെ കാണുമായിരുന്നില്ല. ആ മലയിടുക്കിൽ തന്നെ കിടന്നോട്ടെ എന്ന് വെച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിരുന്നെങ്കിലേ, കൃഷ്ണ പോയിരുന്നെങ്കിൽ നാലാം പക്കം പൂത്തഴിഞ്ഞ ശരീരമായിട്ട് ദുർഗന്ധം വമിക്കുന്ന ശരീരമായിട്ട് നിന്നെ കിട്ടുമായിരുന്നുള്ളൂ, മനസ്സിലായോടി എന്ന് കൃഷ്ണ ദേഷ്യത്തോടെ മോളിക്കുട്ടി പറയുമ്പോൾ അത് കേട്ട് തന്നെക്കുറിച്ചല്ല പറയുന്ന എന്ന രീതിയിൽ അവിടുന്ന് മുഖം തിരിച്ച് നിൽക്കുകയാണ് കഥ. അപ്പോഴേക്കും കൃഷ്ണയുടെ ഫോണിലേക്ക് സിതാരയുടെ കോള് വന്ന്, സിതാര മാഡമാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തതോടെ കൃഷ്ണ എവിടെയാ, ഗാഥ എവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഗാഥ എൻ്റെ അരികിലുണ്ട് മേഡം എന്ന് പറഞ്ഞപ്പോഴേക്കും മോളിക്കുട്ടി വേഗം ഫോൺ മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, സിതാര മേഡം ഇവിടെ ഗാഥ വന്നത് വെറുതെ ഒന്നുമല്ല, കൃഷ്ണയെ ഇല്ലാതാക്കാനായിട്ടാണ്, കൃഷ്ണയെ കൊല്ലാനുള്ള ശ്രമവും നടത്തി ഗാഥ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അവൾ എവിടെ എന്ന് ചോദിച്ചതും വേഗം സിതാരയോട് ഉടനെ മോളിക്കുട്ടി ചോദിച്ചു, ഇവിടെ വന്ന് കൃഷ്ണയെ അപായപ്പെടുത്താൻ ശ്രമിച്ച മേഡത്തിൻ്റെ മോളെ ഞങ്ങൾ വെറുതെ വിടണമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും സിതാര പറഞ്ഞു, മോളിക്കുട്ടി പ്ലീസ്,
ഒന്ന് ഫോൺ അവളുടെ കയ്യിൽ കൊടുക്കുമോ എന്ന് ചോദിച്ചു. വേഗം ദാ മേഡാ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഫോൺ ഗാഥയ്ക്ക് കൊടുത്തിട്ടും ഗാഥ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. ആ മമ്മി എന്ന് പറഞ്ഞതും സിതാര പറഞ്ഞു, ഗാഥ നീ എവിടെയാ? നീ എവിടേക്ക് പോവാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. വേഗം തന്നെ ഈ നിമിഷം നീ മടങ്ങിയെത്തണം എന്ന് പറഞ്ഞപ്പോഴേക്കും മമ്മി എന്ന് വിളിച്ചതോടെ ഗാഥ ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി നീ വരാൻ വൈകിയാൽ പിന്നെ നീ തിരിച്ചു വരുമ്പോൾ ഈ മമ്മി ഇവിടെ ഉണ്ടാവില്ല, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞതോടെ ശരി ഞാൻ വരുവാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കരുതുള്ളി ഗാഥ വേഗം കാറിലേക്ക് കയറാനായി ഒരുങ്ങി. എന്നിട്ട് കാറിനടുത്ത് നിന്നിട്ട് പിന്തിരിഞ്ഞ് കൃഷ്ണയെ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ഞാൻ തോറ്റു പോവാന്നൊന്നും നീ കരുതണ്ട, നിന്നെ ഞാൻ തീർക്കാൻ തിരിച്ചെത്തുവടി എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് നമ്മ മോളിക്കുട്ടി പറഞ്ഞു, നാണമില്ലല്ലോ അല്പം പോലും. ഇപ്പോൾ ഇങ്ങനെ വീമ്പ് പറയാനും ഈ വെല്ലുവിളിക്കാനുമുള്ള ജീവനം നേടിത്തന്നത് തിരികെ തന്നത് കൃഷ്ണയാണെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും തന്നെക്കുറിച്ചല്ല എന്ന ഭാവത്തിൽ മുഖം തിരിച്ചുകൊണ്ട് ഗാഥ കാറിലേക്ക് കയറി. ഈ സമയത്ത് ഇന്ദ്രന്റെയും സത്യവതിയുടെയും ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അനിയൻ കുഞ്ഞിന്റെ വിശ്വസ്തനെന്ന് പറഞ്ഞു നടക്കുന്ന കാര്യസ്ഥനായ കൃഷ്ണമൂർത്തിയും തൻ്റെ ഗുണ്ട പടയിലുള്ള നേതാവിനെ അരികിലേക്ക് വിളിപ്പിച്ചു. അയാളോട് ഇന്ദ്രൻ സാറിന്റെ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞു. ഒരിക്കലും ശ്രീനിവാസ് സാറിന് ഒരു അനന്തരാവകാശി ഉണ്ടാകാൻ പാടില്ലെന്നും ശ്രീനിവാസ് സാറിന്റെ സ്വത്തുക്കൾക്ക് ഒരു കാരണവശാലും അവകാശം പറഞ്ഞുകൊണ്ട് ആരും എത്തരുത് എന്ന ആഗ്രഹമായിരുന്നു എന്നും ഇന്ദ്രൻ സാറിനും സത്യവതി മേഡത്തിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ആഗ്രഹങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് കൃഷ്ണ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ വരവ്. അതുകൊണ്ട് അവളെ ഇല്ലാതാക്കണം. അതിനു വേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഈ നീക്കം പാളിപ്പോകാനും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് അവളുടെ ഫോട്ടോയും അയച്ചു തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആ ഗുണ്ട കൃഷ്ണയുടെ ഫോട്ടോയുമായിട്ട് അവിടെ നിന്ന് മടങ്ങി. ഈ സമയത്ത് കൃഷ്ണ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും സിത്താര കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഇതിനിടയിൽ ഗാഥയെയും കൃഷ്ണയെയും ആ മലഞ്ചെരുവിൽ വെച്ച് പരുന്തുപാറയുടെ മുകളിൽ വെച്ച് അപ്രതീക്ഷിതമായി മദ്യപിച്ചത് വഴി എത്തിയ സെൽവൻ കാണാനിടയായി. കാറിലേക്ക് കയറിയ ഗാഥയോട് അമ്മ തലൈവി എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് സെൽവൻ അങ്ങ് നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് മാറി മോളിക്കുട്ടിക്കൊപ്പം നിൽക്കുന്ന കൃഷ്ണയെ കണ്ടത്. അമ്മ അമ്മ അമ്മയുടെ ശക്തി അപാരം അമ്മ എന്ന് പറഞ്ഞ് സെൽവൻ കൈകൂപ്പി നിൽക്കുകയാണ്. അമ്മ നീങ്ക കടവുൾ താനമ്മ എന്ന് പറഞ്ഞ് ബോധം കെട്ട് സെൽവൻ താഴേക്ക് വീണു. ഇത് കണ്ടതോടെ കൃഷ്ണ ആകെ ഞെട്ടലോടെ മോളിക്കുട്ടിയോട് പറഞ്ഞു, അയ്യോ അയാൾ ബോധം കെട്ട് വീണല്ലോ, വാ നമുക്ക് അയാളെ എഴുന്നേൽപ്പിക്കാം, അയാളുടെ ബോധം കെട്ട് കിടന്ന പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞതും ഉടനെ മോളിക്കുട്ടി പറഞ്ഞു, എൻ്റെ കൃഷ്ണേ അയാൾ അവിടെ കിടക്കട്ടെ, അയാളൊരു മുഴുക്കുഴിയനല്ലേ, അയാൾ ചെന്ന് നാട്ടുകാരോട് പറഞ്ഞ് ആരെ വിശ്വസിക്കാനാണ്, പിന്നെ അയാളെ ഇപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിച്ചാലേ ദാ ഉദയനും നിർമ്മലയും കീർത്തിയൊക്കെ പറഞ്ഞു നടക്കുന്ന പോലെ ഒരാൾ കൂടിയാവും, മറക്കണ്ട എന്ന് പറഞ്ഞതോടെയാണ് കൃഷ്ണയും മോളിക്കുട്ടിയും സെൽവനെ അവിടെ ഉപേക്ഷിച്ച് മടങ്ങിയത്. ഈ സമയത്ത് കൃഷ്ണ തിരിച്ച് വീട്ടിലേക്ക് എത്തി കഴിയുമ്പോഴേക്കും സിത്താര കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിച്ചു. കോൾ എടുത്തതോടെ എന്താ മേഡം എന്ന് ചോദിച്ചപ്പോഴേക്കും ഇതുവരെയായിട്ടും ഗാഥ ഇങ്ങോട്ട് മടങ്ങി എത്തിയിട്ടില്ല, എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചു. അയ്യോ ഗാഥ എത്തേണ്ട സമയമായല്ലോ സിത്താര മേഡം, ഉടനെ തന്നെ എത്തിച്ചേരും, ഞങ്ങൾ ചങ്ങാതിക്കടവ് ഗ്രാമം വിടുന്നത് വരെ ഞങ്ങൾ ഗാഥയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മേഡം പേടിക്കണ്ട, മേഡം അവിടേക്ക് ഗാഥ എത്താനുള്ള സമയമായിട്ടുണ്ട്, ഇപ്പം തന്നെ എത്തും മേഡം, ഇനി അഥവാ ഗാഥ വന്നിട്ടില്ലെങ്കിൽ മേഡം എന്നെ ഒന്ന് വിളിച്ച് പറയണേ, ഞാൻ അന്വേഷിക്കണമെങ്കിൽ അതും മേഡം ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞതും ശരി കൃഷ്ണ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതിനുശേഷം ടെൻഷനോടെ സിത്താര സിനിയോട് പറഞ്ഞു, കുറച്ച് നേരം കൂടി നോക്കാം, എന്നിട്ട് കൂടി എത്തിയില്ലെങ്കിൽ നമുക്ക് അന്വേഷിച്ചിറങ്ങാം എന്ന് സിത്താര പറയുമ്പോൾ സിനി ചോദിച്ചു, ഇനി മേഡം വരുന്ന വഴിക്ക് വല്ലോ ക്ഷീണമോ തോന്നിയിട്ട് വണ്ടി നിർത്തി കുറച്ചു നേരം മയങ്ങോ മറ്റോ ആണെങ്കിലോ എന്ന് പറഞ്ഞു. എന്തായാലും കുറച്ചുകൂടി നോക്കാം സിനി എന്ന് പറഞ്ഞ് സിതാര കാത്തു നിന്നു. ഈ സമയത്ത് കൃഷ്ണ നേരെ ഗോപാലമാമൻ്റെ ലോട്ടറി കടയിലേക്ക് എത്തി. ലോട്ടറിയൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് എത്തി ഗോപാലൻ പറഞ്ഞു, എന്തിനാ മോൾ ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ ചെയ്തുകൂടരെ എന്നൊക്കെ ചോദിച്ചതും മോൾക്കുട്ടി പറഞ്ഞു, എൻ്റെ ഗോപാലൻ മാമ വെറുതെ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണമേ അങ്ങനെയൊന്നും കൃഷ്ണ മാറി നിൽക്കത്തില്ല, അതൊക്കെ അവൾക്ക് നമ്മൾ ചോദിക്കുന്ന പോലും കുറച്ചിലായിട്ടാണ് തോന്നുക എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ പറഞ്ഞു, പിന്നെ അല്ലാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യിക്കാതെ അതിലെന്തെങ്കിലും വലിയ കാര്യമായി നിങ്ങൾ പറയുമ്പോൾ എനിക്ക് പിന്നെ വിഷമം തോന്നില്ലേ എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് കൃഷ്ണ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശെൽവൻ കയ്യിൽ ഒരു താലവുമൊക്കെ പിടിച്ചുകൊണ്ട് കുറച്ച് ആളുകളുമായി അവിടേക്ക് വന്നത്. ഉടനെ അവരാകെ അന്തിച്ച് നോക്കുമ്പോഴേക്കും കൂടെ വന്ന ആളുകൾ ശെൽവനോട് ചോദിച്ചു, എടാ നീ പറഞ്ഞ ദേവി എവിടെയാ ദേവി എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശെൽവൻ പറഞ്ഞു, ദാ ദേവിയോ നിങ്ങൾക്ക് കാട്ടിത്തരാം, ദാ നിൽക്കുന്നു, ഇന്നലെ രാത്രിയിലേ ഞാൻ ആ മലയുടെ മുകളിലെ ഒരു ദേവിയെ കണ്ടു,
അതെ, അങ്ങ് ആകാശം മുട്ട നിൽക്കുന്ന രൂപമായിരുന്നു. തീജ്വാലകളായിരുന്നു ദേവിക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കണ്ണ് ഒന്നുകൂടി തുറന്നു നോക്കിയപ്പോഴേ ഒന്നല്ല രണ്ടാണ് രണ്ട്. അപ്പോഴേക്കും എല്ലാവരും ആകെ അന്തിച്ചു. നീ പറഞ്ഞത് ശരിയാണോടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ആ ദേവി വേറെ ആരുമല്ല, ദാ നിൽക്കുന്നു ഈ കൃഷ്ണാമ്മ തന്നെയാ എൻ്റെ ദേവി എന്ന് പറഞ്ഞ് അമ്മാ തായേ എന്ന് പറഞ്ഞുകൊണ്ട് ആ തളിക നിലത്ത് വെച്ച് കൃഷ്ണയുടെ മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുകയാണ് ചെൽവൻ. ഇത് കണ്ടതോടെ ഗോപാലമാമനും മോൾക്കിടെയൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൃഷ്ണ പറഞ്ഞു, എൻ്റെ ശെൽവാ, നീ എന്തുവാ ഈ കാണിക്കുന്നത്? വെറുതെ എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണ വിഷമിക്കുമ്പോൾ ഉടനെ ശെൽവം പറഞ്ഞു, അതേ, നീങ്ക ഒന്നും சொல்ல വേണ്ട, നീങ്ക എൻ കടവുൾ മാതിരി താൻ എന്ന് പറഞ്ഞ് നീങ്ക എൻ ദേവി താൻ എന്ന് പറഞ്ഞ് അവിടെ ആ തളികയും വെച്ച് ശെൽവൻ കൃഷ്ണയെ തൻ്റെ ദേവിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതുവഴി പോകുമ്പോൾ ഇത് കണ്ടതോടെ ഗോപാലമാമൻ പറഞ്ഞു, മോളെ കൃഷ്ണേ, നീ പേടിക്കണ്ട. എന്തായാലും ശെൽവൻ ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നുള്ളൂ. പിന്നെ ദേവന് ദേവിയായിട്ട് ശെൽവന് മോളെ തോന്നിയത് കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പായി. അവൻ്റെ ആ പഴയ ദുഷ്ടത്തരങ്ങളൊക്കെ മാറി. അവൻ അവനെക്കൊണ്ട് ഈ നാട്ടുകാർ ആകെ ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ്റെ ശല്യം ഇല്ലാതായിരിക്കുകയാണ് ഈ നാടിന്. അത് മോളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മോളെ കൊണ്ട് ഉണ്ടായ ഒരു ഉപകാരമല്ലേ ഈ നാടിന്. അതുകൊണ്ട് മോൾ അക്കാര്യമൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഗോപാലൻ കൃഷ്ണയെ സമാധാനിപ്പിക്കുമ്പോൾ കൃഷ്ണ പറഞ്ഞു, ഇതിനു മുൻപ് ആ ചേട്ടൻ എന്നെ അപായപ്പെടുത്താനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ആ അന്ന് അന്ന് ചെയ്തിരുന്നതിനേക്കാൾ എത്രയോ കഷ്ടമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതാണ് എന്നെ കൂടുതൽ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞ് കൃഷ്ണ വിഷമത്തോടെ നിന്നു. അപ്പോഴേക്കും ഇത്രയും നേരമായിട്ടും ഗാഥ വരാതിരിക്കുന്നത് കൊണ്ട് ആകെ ടെൻഷനായി എല്ലാവരും. അപ്പോഴാണ് മോളിക്കുട്ടിയുടെ ഒരു സുഹൃത്ത് മോളിക്കുട്ടിയെ വിളിക്കുന്നത്. അതെ, വഴിയിൽ വെച്ച് ബോധം കെട്ട് ഒരു പെൺകുട്ടിയെ കാറിൽ വെച്ച് കണ്ടു. അത് അനിയൻ സാറിൻ്റെ മോളാണ്. നീ എത്രയും വേഗം ഇവിടെ ഒന്ന് വരാവോ എന്ന് ചോദിച്ചതും ദാ ഞാനിപ്പോൾ എത്താമെന്ന് പറഞ്ഞ് മോളിക്കുട്ടി കൃഷ്ണയുമായി അവിടുന്ന് പുറപ്പെട്ടു. കൃഷ്ണ മോളിക്കുട്ടി അവിടുന്ന് പുറപ്പെടുമ്പോൾ കൃഷ്ണ ഗാഥയെ അന്വേഷിച്ചുള്ള ഓട്ടത്തിലായിരുന്നു. ഗാഥ എവിടെ പോയെന്നറിയാതെ ആകെ ടെൻഷനോടെ ഗാഥയെ അന്വേഷിച്ച് പോകുമ്പോഴാണ് കൃഷ്ണമൂർത്തിയെ ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ കാണാനിടയായത്. അവർ കൃഷ്ണയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ഹോസ്പിറ്റലിലെത്തിയ മോളിക്കുട്ടി അവിടെ ബോധം കെട്ട് കിടന്നിരുന്ന ഗാഥയ്ക്കരികിലേക്ക് എത്തി. ഗാഥ പതിയെ ബോധം തെളിഞ്ഞു വന്നതും മോളിക്കുട്ടിയാകെ ദേഷ്യത്തോടെ ഗാഥയോട് ചോദിച്ചു, സത്യം പറ ഗാഥ, കൃഷ്ണയ്ക്ക് എന്താ സംഭവിച്ചത്? കൃഷ്ണ എവിടെ? അത് കേട്ടതും മോളിക്കുട്ടി ഉടനെ ഗാഥ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, കൃഷ്ണയ്ക്ക് എന്താ പറ്റിയെന്ന് എന്നോടാണ് ചോദിക്കുന്നത്? നീയല്ലേ കൃഷ്ണയോടൊപ്പം സർവ്വസമയം നടന്നുകൊണ്ടിരുന്നത്? എന്നിട്ട് എന്നോട് ചോദിക്കുകയാണോ കൃഷ്ണ എവിടെയെന്ന്? ഇത് നല്ല കഥ എന്ന് പറഞ്ഞ് ഗാഥ ദേഷ്യത്തോടെ മോളിക്കുട്ടിയുടെ നേരെ മുഖം തിരിക്കുന്നു.